നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മു, ചന്ദ്രകാന്തത്തിൽ പോയിട്ട് എന്തായി? ചേച്ചി ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല. ദൈവമേ, ഇനി ശ്രീകുട്ടി തിരിച്ചു വരാൻ തയ്യാറല്ലെന്നോ? അവളിങ്ങനെ വാശി പിടിച്ചിരുന്ന എന്താവും? ശ്രീകുട്ടിയുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള ചിന്ത പോലും അവൾക്ക് ഇല്ലാതെ പോയല്ലോ. ചേച്ചി കടുത്ത വാശിയില്ല. കുഞ്ഞിന്റെ കാര്യമൊന്നും ചേച്ചിക്കൊരു പ്രശ്നേ അല്ല. അവൾ ഇതെന്ത് ഭാവിച്ച ഇനിയും അവിടെ കയറി നിൽക്കുന്നേ? നീ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞതല്ലേ? ഞാനേ പോവാൻ പാടില്ലെന്ന് ചേച്ചി ഇപ്പോഴും പറയുന്നത് അത് എന്തിനു വേണ്ടിയെന്ന് കവരി ചേച്ചിക്ക് അറിയില്ലേ? ഇങ്ങനൊരവസ്ഥയിൽ ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാൻ. ശരിയാ, അവളുടെ വയറ്റിൽ അവന്റെ കുഞ്ഞു വളരുമ്പോ സഞ്ജുവിനൊന്ന് കാണാൻ പോലും മുഖം കൊടുക്കാതെ അവൾ അവനെ ശിക്ഷിക്കുകയാണ്. ഇപ്പോ അവള് മടങ്ങി വരാൻ തയ്യാറായില്ലെങ്കിൽ ഇനി മംഗലശ്ശേരിയിലേക്ക് അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മു. പണ്ടേ വാശിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ശ്രീകുട്ടി കാണിക്കാറില്ലെന്ന് വല്യേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പിടിവാശി തന്നെയാ അവൾ ഇവിടെയും കാണിക്കുന്നെ. അവൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ശ്രീദേവിയടത്തേക്ക് ഒരു പ്രതീക്ഷയൊക്കെ വന്നു തുടങ്ങിയതാ. ഇനി എങ്ങനെ ഞാൻ ഈ വിവരം അവിടെ ചെന്ന് പറയും? ഈ കുടുംബത്തിൽ ആർക്കും സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുമെന്ന് ആരും കരുതണ്ട. എല്ലാത്തിനും കാരണം ഞാനല്ലേ? ഇനി ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി എനിക്ക് പോവാനാവില്ല. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല അമ്മു. ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നന്നായിട്ട് അറിയാം. നിനക്കതിലൊരു പങ്കുമില്ലെന്നും അവൾക്കറിയാം. നീ ഈ വീട്ടിലേക്ക് സ്വയം വന്ന് കയറിയതല്ല. എങ്കിലേ അതൊരു ചതിയാണെന്ന് പറയാൻ പറ്റൂ. അവളെ തന്നെയാ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. നീ അവൾക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും മറന്നു കളയാൻ ശ്രീകുട്ടിക്ക് പറ്റില്ല. എന്നിട്ടും എന്തിനാണ് അവൾ ഈ വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കുന്നത്? ചേച്ചിയുടെ ഏറ്റവും വലിയ സങ്കടം അദ്ദേഹം ചേച്ചിയിൽ നിന്ന് അത് മറച്ചു വെച്ചതാണ്. ഒരു കണക്കിനത് ശരിയല്ലേ? എന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ചേച്ചി അദ്ദേഹത്തെയും കൂട്ടിയായിരുന്നല്ലോ അന്വേഷിച്ച് നടന്നത്. മുഖം അറിയാതെ അന്വേഷിച്ച് നടന്നയാൾ തന്റെ കൂടെയുള്ള ആളാണെന്ന് പിന്നീട് അറിഞ്ഞാൽ ചേച്ചിയെ പോലെ അഭിമാനമുള്ളൊരു പെണ്ണിന് അത് സഹിക്കാനാവില്ല. എന്റെയും ആ മനുഷ്യന്റെയും അവസ്ഥ എന്ത് തന്നെയായാലും അതൊരു കൊടും ചതി തന്നെയാ. ഇവിടെ നിന്നും പോവാൻ ഇറങ്ങിയതാ ഞാൻ. തൽക്കാലം ഞാൻ ഇനി പോകുന്നില്ല. എനിക്ക് വീട്ടിലേക്ക് പ്രസവത്തിന് മുൻപ് ചേച്ചിയെ കൊണ്ടുവരണം. ഇത് എന്റെ മാത്രം ആവശ്യമാണ്. അതിന് കഴിയാതെ ഞാൻ ഇവിടുന്ന് പോയാ മനസമാധാനത്തോടെ ഒരിടത്തും എനിക്ക് ജീവിക്കാനാവില്ല. എന്റെ സുഖവും സന്തോഷവും ഒക്കെ ചേച്ചിയുടെ ചിരിക്കുന്ന മുഖം കാണുന്നതാ. ശ്രീകുട്ടിയുടെ മനസ്സ് മാറ്റാൻ നിനക്ക് എങ്ങനെ കഴിയാനാമോ? എനിക്കതിന് കഴിയും. ചേച്ചിക്ക് വേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞത് വെറും വാക്കാവില്ല. അതിനുവേണ്ടി ഞാൻ എന്നെ ബലി കൊടുക്കാനും തയ്യാറാവും. നീ എന്താ ജീവൻ ഒടുക്കി അവർക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പോവാണോ? നോക്കമ്മു, അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുന്ന നീ കരുതണ്ട. പിന്നെ ഈ ജന്മം ശ്രീകുട്ടിക്ക് വീട്ടിൽ വന്ന് കയറാൻ പറ്റാതാവും. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എനിക്ക് എന്നെ അത് ചെയ്യായിരുന്നു. മരണത്തിന് പോലും എന്നെ വേണ്ടെന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞവളാ ഞാൻ. പിന്നെന്താ നീ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് പറ. മരിക്കാതെ തന്നെ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഞാനും അതിലൊരാളായ പോരെ? ഇപ്പൊ ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോ കുമ്പസരിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ? ഒരു ചതിയന്റെ കുഞ്ഞിനെ ഞാൻ എന്തിനു പ്രസവിച്ച് വളർത്തണം? നാളെ പറക്കമുറ്റി കഴിയുമ്പോ ആ ചതിയന്റെ അടുത്തേക്ക് പറന്നു പോവാനോ? വീണ്ടും വീണ്ടും ഞാൻ തോറ്റു കൊടുക്കണോ? ജീവിതകാലം മുഴുവനും സ്വാതി ഒരു വീട്ടിയായി ജീവിക്കണം.
അദ്ദേഹത്തിന്റെ ജീവന് അപായം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ താലി കഴുത്തിലണിയുന്നത്. ഒരു ഭാര്യ എന്ന ആഭരണമല്ല എനിക്ക് ഈ താലി. അത് അഴിച്ചു മാറ്റാനാ ചേച്ചി പറയുന്നത്. പരിഹാരക്രിയകൾ ചെയ്തിട്ടാണെങ്കിലും ഈ താലി ഞാൻ അഴിച്ചു മാറ്റും. അദ്ദേഹവും ചേച്ചിയും കുഞ്ഞും എന്നും സന്തോഷത്തോടെ ജീവിക്കണം. ഡോക്ടറുമായുള്ള വിവാഹം കഴിഞ്ഞ എന്നേക്കുമായി എനിക്ക് എല്ലാവരെയും ഉപേക്ഷിച്ച് പോവേണ്ടി വരില്ല. ചേച്ചി എന്താവശ്യപ്പെട്ടോ അത് ഞാൻ അനുസരിക്കും. ഇനി ചേച്ചി എനിക്ക് തന്ന വാക്ക് പാലിക്കൂ. അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കവിതയുടെ ഈ കളി ജാക്കിയെ വെച്ചല്ലാന്ന് ജോസ് പറഞ്ഞത് ശരിയായിരിക്കും. ജാക്കിയെ കവിത മറ്റെന്തോ ലക്ഷ്യത്തിന് മാറ്റി നിർത്തിയിരിക്കുക. എന്താ ഗൗരി? എന്താണെന്നോ? നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണോടി? എന്റെ ഏട്ടനെ നീ എവിടേക്കാ കൊണ്ടുപോയെന്ന് എനിക്കറിയണം. നിന്റെ ഏട്ടൻ എന്റെ ഹസ്ബൻഡ് അല്ലേ? എന്റെ സ്വന്തം ഭർത്താവിനെ ഞാൻ എവിടെ കൊണ്ടുപോവാനാ? പെറ്റമ്മയുടെ ചോര കണ്ടിട്ട് മതിയാവാത്ത ദ്രോഹി, നിർത്തടി. ഗൗരി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. അല്ല, ആക്ച്വലി ഗൗതത്തിന് എന്ത് പറ്റി? ദക്ഷ എന്റെ നേരെ തട്ടിക്കയറാതെ കാര്യം പറ. എന്റെ വീട്ടിൽ നിന്ന് ഏട്ടനെ തട്ടിക്കൊണ്ടു പോയിട്ട് നീ നിരപരാധി ചമയുന്നോ? അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? ആ, നിന്റെ ചേട്ടന്റെ കയ്യിലിരിപ്പൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? ഗൗതത്തിന് ഇല്ലീഗലായി ഒരുപാട് ഇടപാടുകൾ ഉണ്ടാവും. അതിലാരെങ്കിലും ആവും കൊണ്ടുപോയത്. നീ തന്നെ അതിന് പിന്നിലെന്ന് എനിക്കറിയാം. എന്റെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയ ദേ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല, തീർത്ത് കളയും. ഷോ, നീ എന്നോട് പോരിന് വരാതെ ഗൗതത്തെ കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഞാൻ വിധവയായി പോവും. ഞാൻ വരുന്നുണ്ടടി നിന്നെ കാണാൻ. ആ, ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.